എങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് സിനിമാറ്റിക് ലുക്കിൽ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പി സിയിൽ എഡിറ്റ് ചെയ്യുമ്പോഴും മൊബൈലിൽ എഡിറ്റ് ചെയ്യുമ്പോഴും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതായിട്ടുള്ള ചില പോയിന്റ്സുകളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതൊക്കെ ഏതൊക്കെയാണെന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് N Nizar. ലെറ്റ്സ് ഇൻട്രോ. ഒരു വീഡിയോ സിനിമാറ്റിക് ലുക്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓരോരോ സോഷ്യൽ മീഡിയാസിലും ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും, പല ഡയമെൻഷൻസിലായിരിക്കും അതിൽ അലൗഡ് ആയിട്ടുള്ള ഒരു സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയയിലാണോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ ഒരു കണ്ടന്റ് ഏതൊരു സോഷ്യൽ മീഡിയയിലോട്ടാണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു റീൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം റീൽ എന്നൊക്കെ പറയുന്നത് പോർട്രേറ്റ് മോഡാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ കറക്റ്റ് ഫ്രെയിം ചെയ്ത് പോർട്രേറ്റ് മോഡിൽ വേണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് റേഷ്യോ വേണം നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു കണ്ടന്റും കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ഓരോ തരം കണ്ടന്റ്സിനും ഓരോ തരം റേഷ്യോസാണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ പഴയകാല സിനിമകളായ പോലും ഓരോ തരം സിനിമകൾക്ക് ഓരോ തരം റേഷ്യോസാണ് വരുന്നത്. ഓക്കെ, അത് ഇപ്പം നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ MP4X ഒക്കെ ഇടുന്നത് 4:3 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സിനിമകളും ഒക്കെ വരുന്നത് 16:9 ഉണ്ട്, 2:1 ഇപ്പോൾ യൂട്യൂബിൻ്റെ ഏറ്റവും വൈഡായിട്ടുള്ള ആ ഒരു ലുക്ക്. അതുപോലെ തന്നെ നമ്മൾ റീൽ ഇടുന്നു 9:16. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലേക്കാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടന്റ് ഏത് സ്വഭാവമുള്ളതാണ് എന്നും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബീറ്റ്സ് ആൻഡ് മ്യൂസിക്. അപ്പോൾ മ്യൂസിക് അല്ലെങ്കിൽ ബീറ്റ്സ് ഇത് രണ്ടും എന്ന് പറയുന്നത് ഓരോരുത്തരുടെ എഡിറ്റിംഗ് വർക്ക് ഫ്ലോ അനുസരിച്ചിരിക്കും. അതായത് ചിലൊരു വീഡിയോ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും സൗണ്ട് മിക്സ് ചെയ്യാറ്. അതിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ സിനിമാറ്റിക് ലുക്കുള്ള വീഡിയോസ് അല്ലെങ്കിൽ ബി റോൾ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെയാണ് സൗണ്ട് മിക്സ് ചെയ്യാറ്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു സ്റ്റോറി എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ അത് ഈസിയാണ്, കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ വർക്ക് ഫ്ലോ അനുസരിച്ച് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സിനിമയിലും അതുപോലെ തന്നെ ഫിലിമിലൊക്കെ അവർ എഡിറ്റ് ചെയ്യുന്ന രീതി ഇത് തന്നെയാണ്. ആദ്യം ഫസ്റ്റ് കട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമായിരിക്കും സൗണ്ട് മിക്സിംഗ് ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബീറ്റ്സ് അല്ലെങ്കിൽ മ്യൂസിക്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നമ്മളുടെ വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നത് സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ ഈ മ്യൂസിക്കിലെ ബീറ്റ്സ് ആണ് നമ്മൾ അടുത്ത രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതുപോലെ നമ്മളുടെ മ്യൂസിക് എടുത്ത് അപ്ലൈ ചെയ്യുക, അതായത് നമ്മൾ ടൈം ലൈനിലേക്ക് എടുത്തിടുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് CapCut ആണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് ഞാൻ ബീറ്റ്സ് ഒക്കെ നോക്കാറ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഹമ്പ് കാണുന്ന ഈ ഒരു വേവ് ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഓരോ ബീറ്റ്സ് കൂടെയും കുറേയും ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. കുറേ കൂടി ഈസിയാണ് എനിക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അലൈൻ മോഷനിൽ നിന്ന് ഇതിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ കുറച്ച് VPN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, അത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ ഇതിലെ ഓരോ ഹമ്പ് അനുസരിച്ചാണ് നിങ്ങൾ ബീറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ക്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതൊരു ബീറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ വീഡിയോ കാണാൻ വല്ലാത്തൊരു ലുക്കിലേക്ക് അത് മാറും. മനസ്സിലായില്ലേ? നമ്മൾ നോർമലി ഒറ്റ മ്യൂസിക് പ്ലെയിൻ ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുക ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ കൂടുതൽ എൻഗേജിങ് ആക്കത്തില്ല. അത് പലർക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ വീഡിയോ ആ ഒരു വീഡിയോയുടെ മൂഡ് അനുസരിച്ച് നമ്മൾ മ്യൂസിക് അപ്ലൈ ചെയ്യുക. മ്യൂസിക്കിൻ്റെ ആ ബീറ്റ്സുകൾ ഓരോ ബീറ്റ്സിലും ഓരോ ഫ്രെയിമും ഓരോ കട്ടും ആണ് വരുന്നതെങ്കിൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആളിന് ആ വീഡിയോ മുഴുവനായിട്ട് കാണാനുള്ള ഒരു
എന്താ പറയുക ടെൻഡൻസി ഉണ്ടാവും, അതായത് എൻഗേജ്ഡ് ആയിരിക്കും ആ വീഡിയോ കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീറ്റ്സ് കറക്റ്റായിട്ട് ഒന്നെങ്കിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു എഡിറ്റ് ഫ്ലോ പോകുന്നതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് ബീറ്റിനനുസരിച്ച് ആക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ ഒരു വീഡിയോയിലെ ബീറ്റ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മളൊരു ക്ലിപ്പ് കുറച്ചും കൂടി ലെങ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ബീറ്റ് വരുന്നത്, അപ്പോൾ നമ്മൾ വീഡിയോ പകുതി വെച്ച് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ പലരും വേറെ ആവശ്യമില്ലാത്ത ക്ലിപ്പ് എടുത്ത് അവിടെ കയറ്റാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യില്ല, അത് തെറ്റാണ്. അത് നമ്മളെ വീഡിയോ ബോറാക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ആ വീഡിയോ ഒന്ന് സ്ലോ മോഷൻ ചെയ്യുക, അതായത് സ്ലോ ആക്കുക. ഇപ്പോൾ CapCutലേക്ക് സ്ലോ മോഷൻ നല്ല അടിപൊളി സ്മൂത്താണ്, വേറെ VS കോയിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനിലാണ് സ്ലോ മോഷനൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തല്ല, നിങ്ങൾ സ്ലോ ചെയ്യുക, ആ വീഡിയോ കുറച്ചൊന്ന് സ്ലോ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ബീറ്റിനനുസരിച്ച് നിങ്ങളെ വീഡിയോ എടുക്കാൻ പറ്റും. മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓവർലേസ് ആൻഡ് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ എല്ലാ വീഡിയോസിലും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഓവർലേസ് നമുക്ക് നമ്മുടെ വീഡിയോ ഏതാണോ, നമ്മുടെ വീഡിയോയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ റൊമാൻറ്റിക് വീഡിയോ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ റൊമാൻറ്റിക് വീഡിയോസ് ആണെങ്കിൽ അതിനകത്ത് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആയിട്ടുള്ള ഓവർലേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. നേരെ മറ്റൊരു സിനിമാറ്റിക് ഒരു റെട്രോ ടൈപ്പ് വിൻറ്റേജ് വീഡിയോസൊക്കെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനകത്ത് ഫിലിം ഡാമേജ് എഫക്റ്റ് അല്ലെങ്കിൽ റെട്രോ ഗ്ലിച്ച്, ഗ്രെയിൻസ്, ഇങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ ലൈറ്റ് ലീക്സ്, ഇങ്ങനത്തെയൊക്കെ ഓവർലേസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ക്ലിപ്സിൽ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ കൂടുതൽ എൻഗേജിങ് ആക്കും വീഡിയോസ്. എൻഗേജിങ്ങും മാത്രമല്ല, നമ്മുടെ വീഡിയോയുടെ ലുക്ക് കൂടുതൽ സിനിമാറ്റിക് ആക്കി മാറ്റാൻ നമ്മളെ കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിൽ നമ്മളുടെ ബീറ്റിനും കൂടെ, നേരത്തെ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള ബീറ്റിന്റെ അതേ കട്ട്സിൽ തന്നെ, അതല്ലെങ്കിൽ ആ ബീറ്റിൽ തന്നെ നമ്മൾ പുതിയ ഓവർലേസ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ പവർ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന 5 പോയിന്റ്സും നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോയുടെ ഔട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങളുടെ വീഡിയോ സ്വഭാവവും ആ ഒരു ഏത് പാർട്ടിലാണോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആവശ്യമില്ലാത്തടത്തുകൊണ്ട് ഓവർലേസ് അപ്ലൈ ചെയ്യാതെ ഓരോ ബീറ്റ്സ് തുടങ്ങുന്ന ബീറ്റിൻ്റെ പവർ അനുസരിച്ചുള്ള ഓവർലേസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ടെക്സ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിനിമൽ ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. അതായത് ഒരുപാട് റെഡ്, കത്തി നിൽക്കുന്ന യെല്ലോ, ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കാൻ. ഓക്കെ, എപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ടെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നോർമലി ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഈ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ക്യാൻവാസ് എടുത്തിട്ട് അതിൽ കൊടുക്കാതെ നിങ്ങളുടെ വീഡിയോയുടെ പുറത്ത് തന്നെ കൊടുക്കുക. ഈ പുറത്ത് കൊടുക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓവർലേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബീറ്റിനനുസരിച്ച് ഓവർലേ ആഡ് ചെയ്താൽ ഡബിൾ പവറാണ്. അപ്പോൾ അതുപോലെ തന്നെ ടെക്സ്റ്റിന് അനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റ്, ബീറ്റ്, ഓവർലേ ഇത് മൂന്നും കൂടെ ഒറ്റ സ്ഥലത്ത് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ പവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ മിനിമൽ ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഫോണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണ്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മിനിമൽ ആയിട്ടുള്ള ഫോണ്ടുകൾ, നിങ്ങളുടെ കണ്ടന്റ് അനുസരിച്ചുള്ള ഫോണ്ടുകൾ നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ റൊമാൻറ്റിക് പറയുന്ന കുറച്ച് റിലേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റൊമാൻറ്റിക് കണ്ടന്റ്സിൽ ടെക്സ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ സിഗ്നേച്ചർ ടൈപ്പ് സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾ നമ്മളുടെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ കുറേ മോഡേൺ ആയിട്ടുള്ള ഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ കണ്ടന്റ് ഇതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാൻ പറയുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോൺസ് ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലിസ്റ്റ് ഉണ്ട്, സെലക്ഷൻ ഉള്ള ഒരു വെബ്സൈറ്റാണ് DA ഫോൺസ് എന്ന്, അതായത് ഡാ ഫോൺസ് എന്ന് പറയും. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോയുടെ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതലും നമ്മളെ വീഡിയോയിൽ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കളർ ഗ്രേഡിങ്. അപ്പോൾ ഈ 4ാമത്തെ പോയിന്റ് നിങ്ങൾ എപ്പോഴും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം പണ്ട് നമ്മൾ തുടങ്ങിയ കാലത്തൊക്കെ നമ്മൾ ഒരു കളർ ഗ്രേഡിംഗ് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഓവർ സാറ്റുറേഷൻ ആണ് നമ്മളുടെ മനസ്സിലെ കളർ ഗ്രേഡിങ്. ഒരുപാട് സാറ്റുറേഷൻ, ഒരുപാട് എക്സ്പോഷറൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ ഒരു അവിയിൽ വരുവാക്കി വെക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും വാവ് എന്തൊരു പടമല്ലേ. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ അത് നമ്മൾ കാലങ്ങൾ കടന്നു വന്നത് തൊട്ട് നമുക്കത് മാറി വരും. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് മാറി വരും. ഓക്കെ, കളർ കുറയുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കളർ ഗ്രേഡിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫിലിം വീഡിയോസ് അല്ലെങ്കിൽ ഫിലിമൊക്കെ കാണുന്ന സമയത്ത് ഓരോ ടോൺ ഉണ്ടല്ലേ,
നമ്മളുടെ വീഡിയോയുടെ സ്വഭാവം തന്നെയാണ് ഈ പറഞ്ഞ ടോണായാലും ഈ പറഞ്ഞ കഴിഞ്ഞ 3 പോയിന്റ്സും എല്ലാം തീരുമാനിക്കുന്ന ആ ഒരു നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന്റെ ഒരു സ്വഭാവമാണ് നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേപോലെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കണ്ടന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കളർ ഗ്രേഡിങ്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കണ്ടന്റ്, ഹാപ്പി ആയിട്ടുള്ള ഇത് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷണൽ സാധനമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കളർ പോപ്പായിട്ടുള്ള എഡിറ്റിങ് എന്ന് വെച്ചാൽ കളർ കുറച്ച് പോപ്പായിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് അതിന്. എഡിറ്റിംഗ് മീൻസ് കളർ ഗ്രേഡിങ് ആണ് അതിന് വേണ്ടത്. അപ്പോൾ അത് കുറേ കൂടി കൺവേ ചെയ്യും. നേരെ മറിച്ചിട്ട് ഒരു ഡ്രൊമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡാർക്ക് ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക കുറച്ചും കൂടി റെട്രോ ടൈപ്പ്, എനിക്കൊക്കെ ഇഷ്ടം റെട്രോ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമാറ്റിക്, റെട്രോ, വിൻറ്റേജ് ഇങ്ങനത്തെ ടൈപ്പ് കാറ്റഗറിയിലുള്ള കണ്ടന്റ് ആണെങ്കിൽ കുറച്ച് ഡിസാച്ചുറേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ആയിരിക്കണം, കളേഴ്സൊക്കെ ഫെയ്ഡ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള കളർ ഗ്രേഡിങ് ഇത് നിങ്ങളുടെ എഡിറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ടൈം നിങ്ങളുടെ ടൈമും അതുപോലെ തന്നെ എമൗണ്ടും രണ്ടും ഒന്നിയാണ്. ഇതിൽ രണ്ടും ഏകദേശം സിമിലർ ആയിട്ടാണ്. എത്രത്തോളം ടൈം അല്ലെങ്കിൽ എമൗണ്ട് നിങ്ങൾ ഇതിനകത്ത് കുറയ്ക്കുന്നു, അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ നമ്മളെ ടൂൾസിൽ, നമ്മളെ എഡിറ്റിങ്ങിൽ കളർ ഗ്രേഡ് ചെയ്യുന്ന ടൂൾസിനകത്ത് നമ്മൾ എത്രത്തോളം ടൈം കുറയ്ക്കുന്നു. അതായത് ഇപ്പോൾ ഒരു സ്ലൈഡർ ഇതാണെങ്കിൽ സാച്ചുറേഷൻ്റെ സ്ലൈഡർ നമ്മൾ ഇങ്ങനെ കൂട്ടുന്നതിന് പകരം ജസ്റ്റ് ഇതാ ഇങ്ങനെ ആക്കി നോക്കുക. അതായത് കൂട്ടുക കുറയ്ക്കുക ഇങ്ങനെ കൂടുക, നമ്മളിങ്ങനെ ഒരു ഇതുണ്ടല്ലോ അങ്ങനെ കൂട്ടുക കുറയ്ക്കുക ചെയ്ത് നോക്കുക ഏതൊരു സ്ലൈഡർ ആയാലും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കറക്റ്റിൽ നമ്മൾ തന്നെ കൊണ്ട് നിർത്തിക്കോളും. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്ലൈഡറിൽ നോക്കി ഇങ്ങനെ എന്താ പറയുക സ്ലൈഡർ നീക്കാതിരിക്കുക. നിങ്ങളുടെ പ്രിവ്യൂ, നിങ്ങളുടെ മോണിറ്ററിലാണെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കാണുന്ന ഒരു ഇമേജിൻ്റെ പ്രിവ്യൂ നോക്കിയിട്ട് ഈ ഒരു സ്ലൈഡർ ഇങ്ങനെ ആക്കുക. കറക്റ്റ് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട ഒരു സ്ഥലത്ത് കൊണ്ട് നിങ്ങളെ കൈ സ്റ്റോപ്പ് ആയിക്കോളും അല്ലെങ്കിൽ സ്റ്റക്ക് ആയിക്കോളും. ഓക്കെ, ഇതൊരു ടിപ്പാണ്. ഫൈനലായിട്ടുള്ള നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഷാർപ്പൻ ഓർ ഗ്രെയിൻസ്. ഇതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ കഴിഞ്ഞ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബ്ലാക്ക് ബാർ, അതായത് എപ്പോഴും ഞാൻ പറയുന്നതുകൊണ്ടാണ് അത് ഞാൻ വിട്ട് കളഞ്ഞത്, അതായത് നമ്മളുടെ സിനിമാറ്റിക് മേഖലയിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ബാർ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഫൈനൽ ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വീഡിയോ ഷാർപ്പ് കുറവാണ്, അതായത് കുറച്ച് സോഫ്റ്റ് ടൈപ്പ് കണ്ടന്റ് ആണ് എങ്കിൽ അതായത് നിങ്ങൾ കുറച്ച് ഷാർപ്പ് അപ്ലൈ ചെയ്യുക. ഷാർപ്പ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇത്തരം പ്ലാറ്റ്ഫോമിനകത്തേക്ക് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു നമ്മൾ നോർമലി ഉള്ള നമ്മളുടെ വീഡിയോ നമ്മളെ ഡിസ്പ്ലേ കാണുന്ന ഒരു ഷാർപ്പിൽ നിന്ന് കുറച്ച് ഷാർപ്പ് ഇട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ പിക്സലേറ്റഡ് ആയി പോകുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ചും കൂടി ഷാർപ്പായിരിക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ നോർമലി ഇടുമ്പോൾ വീഡിയോ എന്തായാലും നമ്മളെ പ്ലാറ്റ്ഫോം കംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ഓൾറെഡി ഉള്ള ആ സോഫ്റ്റ്നെസ്സിൻ്റെ കൂടെ ഈ ഒരു കംപ്രഷനും കൂടി വരുമ്പോൾ നമ്മളെ പിക്സൽസ് എല്ലാം ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഒരുമാതിരി നമ്മൾ 1080p തന്നെ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്താലും ആ ഒരു സോഫ്റ്റ്നെസ് അതിൽ കാണും അല്ലേ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കുറച്ചും കൂടി ഷാർപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓവറാക്കരുത്, ആവശ്യത്തിന് കുറച്ചും കൂടി ഷാർപ്പായിട്ട് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്രേക്ക് ആവുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു പരിധി വരെ. ഓക്കെ, അതൊരു ടിപ്പാണ് സത്യത്തിൽ. അതുപോലെ തന്നെയാണ് ഗ്രെയിൻ എന്ന് പറയുന്നത് ഫിലിം ഗ്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നോർമലി മിനിമലായിട്ട് ഇടുക. ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് കൂടുതൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും വർക്കിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ കംപ്രസ് ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ നമ്മൾ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു സെൻറ്ററിൽ വൈറ്റ് വന്നിട്ട് എഡ്ജ് കോർണർ മൊത്തം ബ്ലാക്ക്, ഇങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് വന്ന ഒരു ഗ്രേഡിയൻറ്റ് കാണത്തില്ലേ? അപ്പോൾ അത്തരത്തിൽ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പിക്സൽ ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരുമാതിരി ബാൻഡിങ് കാണും. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് കുറേ സംഭവങ്ങൾ കാണും. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രെയിൻസ് ആഡ് ചെയ്യുന്നത്. ഈ ഗ്രെയിൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയിൽ ഒരു ഗ്ലാസ് ഇട്ടുള്ളൊരു കോട്ടിങ് വരും. ആ ഒരു കോട്ടിങ് നമ്മുടെ ഇത്തരത്തിലുള്ള ബാൻഡിങ് പോലത്തെ കാര്യങ്ങൾ കുറയ്ക്കും. ഇത് നമ്മൾ ഫോട്ടോസിലായാലും നമ്മുടെ വീഡിയോസിലായാലും ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരു ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്ക് ഈ വീഡിയോ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി
പറയാം. ഇപ്പം ഈ പറഞ്ഞ 5 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ ഒന്ന് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ഔട്ട് ഇറക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആദ്യം എഡിറ്റ് ചെയ്യുന്ന വീഡിയോയും ഈ ഒരു വീഡിയോയും കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് എന്താ പറയുക കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്തിരിക്കുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഐസോപ്പൺ എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു ഇടിവെട്ട് വീഡിയോയുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.